Okay. Okay, in last class we were discussed about full wave bridge rectifier. Okay, so we already discussed the circuit diagram of a full wave bridge rectifier, and in the case of a full wave bridge rectifier, there are 4 diodes. Okay, and the important section is we should understand, or we should not concentrate or focus on the connection of that 4 diodes. Okay, the direction of diodes should be very carefully drawn. Okay, because ആ ഒരു 4 ഡയോഡ്സ് അത് ഏത് രീതിയിലാണോ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് അതിനൊരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ആ 4 ഡയോഡ്സിന്റെയും ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ളത് ശ്രദ്ധിച്ച് തന്നെ വരക്കണം. ആ ഒരു സെക്ഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ആ ഒരു കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ കണക്ഷൻ ഓക്കെ അല്ലേ? ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ആ 4 ഡയോഡ്സിന്റെ കണക്ഷൻ ഓക്കെ അല്ലേ? ഓക്കെ, സോ ഒന്നുകൂടി അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാലും മനസ്സിലാവും ഈ ഒരു ടെർമിനൽ. ഓക്കെ, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെയുള്ള ഒരു ടെർമിനൽ ഞാൻ എ എന്ന് മാർക്ക് ചെയ്യുന്നു, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ബി. ഓക്കെ, സോ ഓക്കെ, അത് സാറിനോട് ചോദിച്ചാൽ മതി കേട്ടോ നിഹാരിക. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് വരാം. ഇവിടെ 2 terminals, terminal A and okay, B. Okay, here ഈ terminals A and B is connected to the transformer അല്ലേ? ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യുന്ന ഈ ടെർമിനൽസിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ടെർമിനൽസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസിൽ 2 ഡയോഡ്സിന്റെയും 2 സൈഡും വേണം. ഓക്കെ, ഇവിടെ നമ്മൾ ഓക്കെ ഈ ഒരു ഡയോഡ് D1, ദിസ് ഈസ് D2, this is D3 and this is D4. Okay, so ഈ ഡയോഡ് D1 and D2 നോക്കുകയാണെങ്കിൽ ഈ ടെർമിനൽ എ അല്ലെങ്കിൽ പോയിന്റ് എയിൽ എന്താണ് വരുന്നത്? D1ന്റെ അല്ലെങ്കിൽ നെഗറ്റീവ്, D2 പോസിറ്റീവ്. ഇനി ബി നോക്കുകയാണെങ്കിൽ D4ന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത് D അല്ലെങ്കിൽ പോസിറ്റീവ്. സോ ട്രാൻസ്ഫോമർ വരുന്ന കണക്ഷൻസ് എപ്പോഴും ജംഗ്ഷൻ ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ വരുന്നത്. നമ്മൾ ആ ഒരു ലോഡ് രണ്ട് ഡയോഡ്സിന്റെയും രണ്ടിന് പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് സൈഡ്സ് വരും. നെക്സ്റ്റ് എന്നിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ D2ന്റെയും D3യുടെയും എൻ ടൈപ്പ് വരും, ഓർ എൻ സൈഡ് വരും. ഓക്കെ, ആ രീതിയിലാണ് കണക്ഷൻ വേണ്ടത്. സോ നമ്മൾ ആ കണക്ഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, അതൊന്ന് നീറ്റായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. ഓക്കെ, സോ we are giving an AC input to the rectifier. Okay, so what is the function? The purpose of a rectifier is to convert this AC quantity into corresponding DC value. Okay, before giving to the rectifier, the AC is stepped down by using a step down transformer, and step down value of AC is given to the rectifier circuit. Okay, so first of all, consider the positive half cycle of the AC input. AC input means എന്താണ്? It is an alternately varying ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് അല്ലെ? അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾസ് പീരിയോഡിക്കൽ ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് us consider the positive half cycle of the AC input. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി AC input റെക്ടിഫയറിന്റെ ഇൻപുട്ടിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ടെർമിനൽ, ഓക്കെ, ലെറ്റ് ടേക്ക് ഇറ്റ് as A and here take it as B. Okay, so A terminal of the rectifier get positive with respect to B. Okay, A എന്ന് പറയുന്ന ആ ഒരു ടെർമിനലിൽ പോസിറ്റീവ് പൊളാരിറ്റിയും ബി എന്ന് പറയുന്ന ആ ഒരു ടെർമിനൽ നെഗറ്റീവ് പൊളാരിറ്റിയും കിട്ടും. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം നിങ്ങൾ പറയൂ ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയസിങ്, ഏതൊക്കെ ഡയോഡ്സ് ആണ് റിവേഴ്സ് ബയസിങ്. ഓക്കെ, ഞാൻ നെയിമിംഗ് കൊടുക്കാം. ദിസ് ഇസ് D1, ദിസ് ഈസ് D2 and this is
D3, and this is D4. Okay, D1, D2, D3, and D4. Okay, so you observe that at the positive during positive half cycle of the input supply, terminal A is positive with respect to B. Okay, that's the condition. Now, situation, diodes are forward biased condition, diodes reverse biased condition. Forward biased diodes a number specify cheytha. Yes, very good. Niharika, good. Diode 2 and diode, which means diode D2 and diode D4. Okay, diode D2 P type A terminal. Okay, P type like positive input supply positive P type like അങ്ങനെ പി ടൈപ്പിലേക്ക് പോസിറ്റീവ് വരുവാണെങ്കിൽ അതെന്താണ് ഫോർവേഡ് ബയസ്ഡ് ആണ് അല്ലെ സോ D2 ഫോർവേഡ് ബയസ്ഡ് ആണ് ബട്ട് വാട്ട് ഈസ് ദ കേസ് ഓഫ് D1 നോക്കുകയാണെങ്കിൽ അതിന്റെ എൻ സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് ആണ് ആ ടെർമിനൽ എയിലേക്ക് വരുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ് ഓക്കെ ഇനി നമുക്ക് താഴത്തെ ടെർമിനൽ നോക്കുകയാണെങ്കിൽ D3യുടെ പി ടൈപ്പ് അല്ലെങ്കിൽ പി സൈഡിലേക്കാണ് നെഗറ്റീവ് ടെർമിനൽ വരുന്നത് സോ ദാറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ് ഓക്കെ ബട്ട് D4ന്റെ എൻ സൈഡിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്കാണ് ഇൻപുട്ട് സപ്ലൈയുടെ നെഗറ്റീവ് വരുന്നത് okay so when or during the positive cycle of the input AC supply the terminal A is positive with respect to B and the diode D2 and D4 is forward biased okay that is the point diode D2 and D4 is forward biased and the diode D1 and D3 is reverse biased okay so D2 and D4 forward biased and D1 and D3 reverse biased okay so എന്താണ് forward biased means എന്താണ് that diodes conducts അല്ലേ so ഈ ഒരു diode D2 and D4 forward biased ആണെങ്കിൽ the current will flows through these two diodes okay but D1 and D2 എന്താണ് ഒരു closed circuit പോലെ act ചെയ്യും what will happen in the circuit is terminal A letti okay നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന കറന്റ് terminal A letti then it flows through diode D2 okay because diode D2 is forward biased so it conducts okay then it reaches this load okay D2 എത്തി അവിടുന്ന് നേരെ ലോഡിലേക്ക് എത്തി through load അത് ഫ്ലോ ചെയ്തു then എന്ത് ചെയ്യും ഈ സർക്യൂട്ട് ആക്ച്വലി എന്താണ് ക്ലോസ്ഡ് ആണ് okay രണ്ടും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് so the circuit is actually closed ആണ് so the current flows to the load and this way the flow ചെയ്യും and it reaches to the diode D4 okay diode D4 also forward biased so it flows to diode D4 and finally to the transformer so circuit closed ആയല്ലോ load terminal or load resistance കൂടെ current flow വന്നു so അതിന് across ഒരു output voltage ഉണ്ടാവും whenever current flows through the load resistance at that time only we will get an output voltage okay ഇപ്പോൾ ലോഡ് റെസിസ്റ്റൻസിൽ കൂടെ കറന്റ് ഫ്ലോ ഇല്ലെങ്കിൽ അവിടെ 0 വോൾട്ടേജ് ആയിരിക്കും ബട്ട് whenever the current flows to the RL then we will get an output voltage okay so ഇതാണ് ആ പാത്ത് കറന്റ് ഫ്ലോയുടെ പാത്ത് നോക്കിയേ ടെർമിനൽ A then D2 then load resistor RL then D4 then B okay then B finally B okay this is the pathway of current flow okay so ആ RL resistor കൂടെ ഒരു current flow ഉണ്ട് ആ current flow ഉണ്ടാവുന്ന സമയത്ത് we will get an output voltage that if you are giving an AC voltage to the input of rectifier then output of the rectifier will be like this okay this is during positive half cycle okay positive half cycle ഉള്ള working എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ if you have any doubts please clarify now itself ഇത് important section ആണ് rectifier during positive half cycle അതിന്റെ working എങ്ങനെയാണെന്ന് clear ആയിട്ടുണ്ടോ is it clear
ഓക്കെ, സോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആ സർക്യൂട്ട് ഡയഗ്രാം നീറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം നീറ്റ് ആയിട്ട് വരയ്ക്കുക, ആ ഡയോഡ്സിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് അതിന്റെ വർക്കിംഗ് ഈസിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതർവൈസ് ആ ഒരു ഡയറക്ഷൻ എവിടെയെങ്കിലും ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കറണ്ട് ഫ്ലോ പാത്ത് വേ മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് ആ സർക്യൂട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ആ ഡയോഡ്സിന്റെ ഡയറക്ഷൻ നീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും, ഓർ എളുപ്പത്തിൽ നമുക്ക് ആ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. Okay, so this is during positive half cycle. Okay, then what will happen during negative half cycle of the input supply? Okay, that is explained in the second figure. Okay, so during negative half cycle of the input supply, what will happen is that terminal A get negative polarity with respect to terminal B. That is, terminal A is get negative and terminal B will be positive. Okay, so terminal A get negative with respect to B. Okay, so during this condition, which diodes will be forward biased and which one will be reverse biased? Terminal A is negative and terminal B is positive. You just look at the second figure and say which diodes will be forward biased. Which diodes will be forward biased during negative half cycle of the input supply? Yes. Biased. Why? Because terminal A is negative. Okay. Hello, can you hear me? Hello. Hello. Okay. Okay, is the screen is visible now?
Okay, so നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 and D3 get forward biased and diode D2 and D4 get reverse biased. Okay, so ആ കറണ്ട് ഫ്ലോ ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരിക്കും ആ കറണ്ട് ഫ്ലോ ഉണ്ടാവുക നെഗറ്റീവ് ഹാഫ് സൈക്കിൾ? പാത്ത് വേ ഓഫ് കറണ്ട് ഫ്ലോ ഒന്ന് പറഞ്ഞേ. Starting from കറണ്ട് എപ്പോഴും ഫ്ലോയിങ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? അപ്പം സ്റ്റാർട്ടിങ് ഫ്രം ടെർമിനൽ ബി പറഞ്ഞേ, ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ വരുന്നത്. Okay, during negative half cycle, D1 and D3, that's D1 and D3 get forward biased, and D2 and D4 get reverse biased. Okay, and what is the pathway of current flow? Starting from B, then ഈ ഒരു സർക്യൂട്ട് സെക്കൻഡ് സർക്യൂട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഇതുപോലെ കൂടെ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഈ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, സെൻട്രൽ റെസിസ്റ്റൻസ് വരക്കുന്നത് എന്താണ്? സിമിലർ ഡയഗ്രം ആണ് അല്ലെ? ഈ കണക്ഷൻ ഔട്ട്സൈഡിലേക്ക് എടുക്കാതെ ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആർ. ഓക്കെ, സോ what is the current pathway? First start from terminal B, then diode D3 biased. Okay, so flows to diode D3. It flows to load resistor R. Okay, then load resistor R, then diode D1 is forward biased. It flows to diode D1. Terminal A. Okay, this is the pathway of current during negative half cycle. That is B, D3, R, D1, and finally to A. Okay, ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യാം. ഓഡിബിൾ ആണോ? ശ്രീരജ്. ഓക്കെ, ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആ ഒരു കറണ്ട് പാത്ത് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. During negative half cycle of the input supply, this is RL. Answer me. Starting from B, then okay. ഇത് ക്ലിയർ ആയിട്ടില്ലേ? എന്താണ് ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ടെർമിനൽ പി ഈസ് ഗെറ്റ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എ. ഓക്കെ, ടെർമിനൽ ബി ആണ് പോസിറ്റീവ്, എ നെഗറ്റീവ് ആണ്. So diodes D3 and D1 will be forward biased and diode D2 and D4 will be reverse biased. Okay. And you say what is the pathway of current? B D3 ലേക്ക് പോകും. Okay, B then D3 then RL. Okay. Then load still could flow ചെയ്യും. Okay, then D1. Okay, D1 then AL. Okay, good, very good. Okay, so B then D3 then through R then D1 then finally A. Okay, so നിങ്ങൾ ഈ ഫുൾ പേ ബ്രിഡ്ജ് റെക്ടിഫയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഈ സർക്യൂട്ട് ഡയഗ്രാം നീറ്റ് ആയിട്ട് വരയ്ക്കുക, ശ്രദ്ധിക്കുക, അതിൽ ഡയോഡ്സിന്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് മാറിയ. ഓക്കെ, ആൻഡ് ഓൾസോ യു ഷുഡ് നോട്ട് ദ you should mark the terminals like A and B and diode D1, D2, D3 and D4 and load resistor RL. Okay, after that you have to
explain the working of full wave bridge rectifier in two cases. That is, first one is during positive half cycle of the input supply. You should redraw that circuit. Okay, ആ ഒരു കേസിൽ നിങ്ങൾ ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള ഡയോഡ്സ് മാത്രമേ വരക്കേണ്ടതുള്ളൂ. ഓക്കെ, റിവേഴ്സ് ബയസിനെ കാണിക്കണ്ട. എന്നിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ പറയാ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 and D2 and D4 is forward biased and diode D1 and D3 is reverse biased. So diodes D2 and D4 conducts. ആ ഒരു രീതിയിൽ പറയാം. ദെൻ എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഒരു കറണ്ടിന്റെ പാത്ത് വേ അത് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കാണിക്കുക, എയറോ മാർക്ക് ഇട്ട് തന്നെ മാർക്ക് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ സെപ്പറേറ്റ് അതൊക്കെ എടുത്ത് എഴുതുന്ന സമയത്ത് അതിനൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം നോക്കി മാർക്ക് വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ കറണ്ടിന്റെ ആ ഒരു പാത്ത് സെപ്പറേറ്റ് എഴുതുക. ദെൻ കേസ് 2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, during negative half cycle of the input supply പറയാ, that time diode D1 and D3 is forward biased and diode D4 and D2 get reverse biased. So diode D1 and D3 conducts current. Okay, and അവിടെ എന്ത് ചെയ്യുക, ആ ഒരു സർക്യൂട്ട് റീഡ്രോ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ കറണ്ടിന്റെ പാത്ത് വേ ഇതുപോലെ തന്നെ എയറോ മാർക്കറ്റിൽ കാണിക്കും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സർക്യൂട്ടിന്റെ വർക്കിംഗ് ആയി. ഓക്കെ, ദെൻ യു ഹാവ് ടു ഡ്രോ ദ ഔട്ട്പുട്ട് വേവ് ഫോം. അതും മസ്റ്റ് ആണ്. ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ സർക്യൂട്ട് ഡയഗ്രാം വേണം, സെക്കൻഡ് അതിന്റെ വർക്കിംഗ് വേണം. സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 പോയിന്റ്സ് എന്ത് ചെയ്യണം, അതിന്റെ കൺസ്ട്രക്ഷൻ എഴുതണം. ഓക്കെ, അതിൽ ട്രാൻസ്ഫോമർ ആണ് ഇൻപുട്ടിൽ വരുന്നത്, അതിൽ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ 4 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ഷൻ പറയാം. ദെൻ അതിന്റെ വർക്കിംഗ് പറയാം. വർക്കിംഗിൽ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും പറയാം, ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിളും പറയാം. ഓക്കെ, ദെൻ ഫൈനലി യു ഷുഡ് ഡ്രോ ദ waveform. Okay, this is the waveform of a full wave bridge rectifier. Okay, ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്, V input ആണ്. ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് V input ആണ്. Okay, സെക്കൻഡ് കാണിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. Okay, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് സപ്ലൈയുടെ ഔട്ട്പുട്ട് ആണ് സെക്കൻഡ് കാണിച്ചിരിക്കുന്നത്. Okay, V out during positive half cycle. This is V out during negative half cycle. Okay, and this is the combined output voltage. അപ്പം ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്ന, ഇൻപുട്ട് സപ്ലൈയുടെ പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു, ഡയോഡ് D2 ആൻഡ് D4 കണ്ടക്ട്സ് അല്ലെ. അതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ ഡയോഡ് D1 ആൻഡ് D3 കണ്ടക്ട്സ്. ഓക്കെ, ആൻഡ് ഫൈനലി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ലൈക്ക് ദിസ്. എന്താണ്, ഫുൾ വേവ് ഔട്ട്പുട്ട് ആണ് അല്ലെ. നമുക്ക് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D2 and D4 conduct, during negative half cycle D1 and D3 conducts. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, D1 D4 conducts, D2 D4 conducts and D1 D3 conducts. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്, ഒരു കണ്ടിന്യൂസ്ലി വേരിയിങ് AC ക്വാണ്ടിറ്റി ആണ്. അത് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടുമ്പോഴേക്കും എന്തായിരിക്കും, യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള പൾസേറ്റിംഗ് DC ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് V out and this is VN. ഓക്കെ, VIN and V out. പിന്നെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക, ഇതെന്താണ്, പ്യുവർ DC അല്ല, ഇറ്റ് ഈസ് എ പൾസേറ്റിംഗ് DC. ഓക്കെ, ഔട്ട്പുട്ട് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് വിൽ ബി എ പൾസേറ്റിംഗ് DC. ഓക്കെ, അപ്പൊ ഫൈനലി നിങ്ങൾ ഈ ഒരു വേവ് ഫോം കൂടി എന്തായാലും മസ്റ്റ് ആയിട്ട് ഡ്രോ ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല സർക്യൂട്ട് വരക്കണം, വർക്കിംഗ് വേണം, വേവ് ഫോം വേണം എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കില്ല. നിങ്ങളോട് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യൂ, അത്ര മാത്രം ചോദിക്കുന്നെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ മസ്റ്റ് ആയിട്ട് സർക്യൂട്ട് വരക്കുക, അതിന്റെ കൺസ്ട്രക്ഷൻ ഒരു 2-3 പോയിന്റ്സ് എഴുതുക, അതിന്റെ വർക്കിംഗ് പറയാ, ആൻഡ് ഫൈനലി ഈ വേവ് ഫോം വരക്കുക. ഓരോന്നിനും സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ പഠിക്കാം. ക്ലിയർ ആണോ? Is it clear? Okay. ഓക്കെ, നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റെക്ടിഫയർ, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിനെ നമുക്ക് ഈ ഒരു ഫോമിലും കൂടി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സർക്യൂട്ടും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സർക്യൂട്ട് ഒക്കെ സിമിലർ ആണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് കണ്ടാൽ നമ്മൾ ഇത് പഠിച്ചിട്ടില്ല എന്ന് പറയരുത്. ഓക്കെ, ദിസ് ഇസ് ഓൾസോ സർക്യൂട്ട് ഫോർ എ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ആ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് സർക്യൂട്ടും രണ്ടും സെയിം ആണ്, സിമിലർ ആണെന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ ഒരു സർക്യൂട്ടും കൂടി ഒന്ന് ഫെമിലറൈസ്ഡ് ആകാം. മുന്നേ പറഞ്ഞിരിക്കുന്ന അതേ സർക്യൂട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്യൂട്ട് വെച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണെങ്കിൽ നിങ്ങൾ നോക്കിയേ എന്താണ്, there are 4 diodes അല്ലെ, D1, D2, D3 and D4, 4 diodes which are connected in a specific manner and its output is connected to a load resistor RL. Okay, this is RL. So during the positive half cycle of the input supply, okay, what will happen? This terminal get positive and this terminal get negative polarity. Okay, so this is positive in the sense diode D1 is forward biased and diode D2 is also forward biased. Okay, ഈ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ എളുപ്പത്തിൽ പറയാം. During positive half cycle ഈ ഒരു terminal A get positive and terminal B get negative. So diode D1 നോക്കി അതിന്റെ പോസിറ്റീവ് സൈഡ് എൻ സൈഡ് ആണ് ആ പോസിറ്റീവ് പൊളാരിറ്റിയിൽ വരുന്നത്. D4 നോക്കുകയാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആണ് ഈ പോസിറ്റീവ് പൊളാരിറ്റിയിൽ വരുന്നത്. സോ D4 നെഗറ്റീവ് ആയതുകൊണ്ട് അതിന്റെ നെഗറ്റീവ് പൊളാരിറ്റി ആണ് ടെർമിനൽ എയിലേക്ക് വരുന്നത്. സോ എന്താണ് അത് റിവേഴ്സ് ബയസ്ഡ് ആണ്, D1 ഫോർവേഡ് ബയസ്ഡ് ആണ്. ഇനി രണ്ടാമത്തേൽ നോക്കുകയാണെങ്കിൽ D3യുടെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ പി സൈഡിലേക്ക് നെഗറ്റീവ് പൊളാരിറ്റി ആണ് വരുന്നത്. D2യുടെ എൻ സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് നെഗറ്റീവ് പൊളാരിറ്റി ആണ് വരുന്നത്. സോ ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഹിയർ D1 and D2 get forward biased. ഓക്കെ, അപ്പൊ D1 and D2 get forward biased ആണെങ്കിൽ എങ്ങനെയാണ്, ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ വരും, D1 കണ്ടക്ട് ചെയ്യും, then through load resistor RL അത് ഫ്ലോ ചെയ്യും, then through D2 it again reaches the transformer terminal. Okay, this is the pathway. ഓക്കെ, ഈ നൊട്ടേഷൻസ് D1, D2, D3 ഒന്നും നിങ്ങൾക്ക് മാറിപ്പോയാൽ കുഴപ്പമില്ല. അത് നിങ്ങൾ സർക്യൂട്ടിൽ എങ്ങനെ നെയിമിംഗ് കൊടുക്കുന്നു അതനുസരിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. എപ്പോഴും D1, D2, D4 ഫോർവേഡ് ബയസ്ഡ്, D1, D3 റിവേഴ്സ് ബയസ്ഡ് അങ്ങനെയൊന്നും പഠിച്ചു വെക്കരുത്. നിങ്ങൾ വരയ്ക്കുന്ന സർക്യൂട്ടിൽ നിങ്ങൾ കൊടുത്ത നൊട്ടേഷൻ അത് നോക്കിയിട്ട് വേണം ഏതാണ് ഫോർവേഡ് ബയസ്ഡ് ഏതാണ് റിവേഴ്സ് ബയസ്ഡ് എന്ന് നോക്കാൻ. ഓക്കെ, ഇവിടെ ഇപ്പൊ ഈ നൊട്ടേഷൻ മാറിയപ്പോൾ അതിന്റെ D1, D2 മാറി. ഇവിടെ ഇപ്പൊ D1, D2 ആണ് അറ്റ് എ ടൈം ഫോർവേഡ് ബയസ്ഡ് ആവുന്നത്, D3 and D4 ആണ് റിവേഴ്സ് ബയസ്ഡ് ആവുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അത് ഫ്ലോ ചെയ്യാം. ആൻഡ് ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എങ്ങനെയാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ the terminal A is get negative with respect to terminal B. Okay, so it is clear that the diode D3 and the diode D4 is forward biased. Okay, and D1 and D2 reverse biased. So current flow എങ്ങനെ വരും, current flow ഇത് ഇവിടെ റീച്ച് ചെയ്യും, B ലേക്ക് എത്തും, then D3 conducts and it flows through load resistor RL and again D4 conducts and it reaches the terminal, transformer terminal. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഇവിടെ കറണ്ട് ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് സിമിലർ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണ്, കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഞാൻ ഫസ്റ്റ് പഠിപ്പിച്ചു വന്ന ആ സർക്യൂട്ട് ഡയഗ്രാം വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അത് ഞാൻ നിങ്ങൾക്ക് നോട്ടിലും തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട് ആയി. ഞാൻ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. സോ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ വേവ് ഫോം ഫസ്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, റെക്ടിഫയർ കഴിഞ്ഞു അല്ലെ. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമുക്കൊരു പൾസേറ്റിംഗ് DC ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ദെൻ ആ ഒരു ഫസ്റ്റ് നമ്മുടെ DC റെഗുലേറ്റർ പവർ സപ്ലൈയുടെ നെക്സ്റ്റ് ബ്ലോക്ക് എന്തായിരുന്നു ആഫ്റ്റർ റെക്ടിഫയർ? വാട്ട് ഇസ് ദ നെക്സ്റ്റ് ബ്ലോക്ക് ഇൻ എ DC പവർ സപ്ലൈ ആഫ്റ്റർ റെക്ടിഫയർ? ഓക്കെ, ഓക്കെ, അതിന്റെ നെക്സ്റ്റ് എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം അല്ലേ, റെഗുലേറ്റർ DC പവർ സപ്ലൈയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അതിൽ ഫസ്റ്റ് ട്രാൻസ്ഫോമർ വരും, ദെൻ റെക്ടിഫയർ വരും, ദെൻ തേർഡ് ബ്ലോക്ക് എന്തായിരുന്നു? ആഫ്റ്റർ റെക്ടിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പൾസേറ്റ് DC നമ്മൾ ഓക്കെ ഗുഡ് ഫിൽട്ടർ അല്ലെ. നെക്സ്റ്റ് ബ്ലോക്ക് വരുന്നത് ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ്. ഓക്കെ, തേർഡ് ബ്ലോക്ക് എന്താണ്? ഫിൽട്ടർ സർക്യൂട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫിൽട്ടേഴ്സിനെ കുറിച്ചാണ്.
Okay, the output from the rectifier section is a pulsating DC. That is the point. Output from the rectifier is a pulsating DC. It's not a pure DC. Okay, but for most of the electronic equipments, we need a smooth, ripple-free DC. Okay, but rectifier output നമുക്ക് directly ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റിലേക്ക് കൊടുക്കാൻ പറ്റില്ല. എന്താണ് അതൊരു പൾസേറ്റിംഗ് DC ആണ് അല്ലെ? പൾസേറ്റിംഗ് DC എന്താണ്? അത് കോൺസ്റ്റന്റ് അല്ല, സ്മൂത്ത് അല്ല. അതൊരു സീറോ, then പീക്ക് വാല്യൂ പോകും, then again സീറോ, then again പീക്ക് വാല്യൂ, then സീറോ. ആ രീതിയിൽ വേരിയിങ് ആയിട്ടുള്ള ഒരു DC ആണ്. DC ആണ്, യൂണിഡയറക്ഷണൽ കറണ്ട് ആണ്, ബട്ട് എന്താണ്, ഇറ്റ്സ് പൾസേറ്റിംഗ് ഇൻ നേച്ചർ. ഓക്കെ, സോ അതിലുള്ള ഒരു പൾസേഷൻസ് കളയാൻ, അതിലെ റിപ്പിൾ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാനാണ് വി ആർ യൂസിങ് ഫിൽട്ടർ സർക്യൂട്ട്സ്. ഓക്കെ, so the filter circuits reduces the peak to peak pulses to a small ripple voltage. Okay, ആ ഒരു പീക്ക് ടു പീക്ക് പൾസസിനെ കുറച്ചൊരു സ്മോൾ റിപ്പിൾ വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Okay, so the filter circuits reduces the peak to peak. Zero തുടങ്ങിയത് maximum peak ലെത്തി അല്ലേ? Then again minimum zero വന്നു, then again maximum peak പോയി, then minimum zero. Okay, ഇങ്ങനെ സൈക്സ് ഉണ്ട്, കുറെ ഇങ്ങനെ മാക്സിമം മിനിമം ആയിട്ടാണ് പൾസേറ്റ് ചെയ്യുന്നത്. സോ ആ പൾസേഷൻസ് ഒക്കെ കുറച്ചു അതിനൊരു റിപ്പിൾ വോൾട്ടേജ് ആക്കാനാണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. Okay, but there are different types of filters used, like capacity filter, filter, etc. Okay, but in our syllabus we have to study capacity filter. Okay, so this is a circuit diagram for a capacity filter. Simple ആണ്, എന്താണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത സർക്യൂട്ട് ആണ്. ദിസ് ഇസ് എ റെക്ടിഫയർ സർക്യൂട്ട്. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ആണ്. അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി ലോഡ് റെസിസ്റ്റർ RL. ഓക്കെ, നമ്മൾ കപ്പാസിറ്റി ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബിഫോർ കണക്റ്റഡ് resistor RL, we have to introduce a capacitor there. Okay, which is parallel to the resistor. നോക്കിയാൽ മനസ്സിലാവും മുന്നേ എന്തായിരുന്നു, ഇവിടെ ഒരു കപ്പാസിറ്റർ ഇല്ല അല്ലെ? ഈ ഒരു സർക്യൂട്ട് നേരെ ഒരു ലോഡ് റെസിസ്റ്റർ RL-ലേക്കായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ഓക്കെ, കപ്പാസിറ്റർ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ലോഡ് റെസിസ്റ്റർ RL-ന് ജസ്റ്റ് മുന്നേ പഠിച്ച റെക്ടിഫയറിന്റെ സെയിം സർക്യൂട്ട് ആണ്. ബട്ട് ബിഫോർ കണക്റ്റഡ് we are connecting a shunt capacitor here. Okay, shunt capacitor. ഔട്ട്പുട്ടിൽ നമ്മൾ ആ ഒരു ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഷണ്ട് ആയിട്ട് ഒരു കപ്പാസിറ്റർ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇതാണ് കപ്പാസിറ്റി ഫിൽട്ടർ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു റിപ്പിൾ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, മോർ കപ്പാസിറ്റൻസ് വാല്യൂ ആണെങ്കിൽ നമ്മുടെ ആ പീക്ക് ടു പീക്ക് പൾസേഷൻ നല്ലോണം റെഡ്യൂസ് ചെയ്ത് സംവാട്ട് ഒരു റിപ്പിൾ വോൾട്ടേജ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, നമുക്ക് ആ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ പീക്ക് ടു പീക്ക് വാല്യൂ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് കപ്പാസിറ്റി ഫിൽട്ടർ എന്ന് പറയുന്നത്. എന്താണ് ഒരു കപ്പാസിറ്റി ഫിൽട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ കപ്പാസിറ്റേഴ്സിന്റെ ഒരു പെക്യുലാരിറ്റി പറഞ്ഞേ. നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് ഫോർത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച്. അവിടെ ഞാനൊരു പോയിന്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റേഴ്സിന്റെ ഒരു പെക്യുലാരിറ്റി ഉണ്ടല്ലോ, ഒരു ഫീച്ചർ ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? അതിനൊരു സ്പെഷ്യൽ ഫീച്ചർ ആണ് നമ്മുടെ യൂസ്ഫുൾ ആയിട്ട് അതിനൊരു ഫിൽട്ടർ ആക്കി യൂസ് ആക്കുന്നത്. കപ്പാസിറ്റേഴ്സ് ആർ ടെമ്പററി ബാറ്ററി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? കപ്പാസിറ്റേഴ്സ് നമുക്കൊരു ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് ആക്കി യൂസ് ചെയ്യാം അല്ലെ, ടെമ്പററി ബാറ്ററീസ് ആയിട്ട് യൂസ് ചെയ്യാം. ആ ഒരു പോയിന്റ് ഓർക്കുന്നുണ്ടോ? Capacitors are temporary storage devices. Resistors ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അതിന് അക്രോസ് ബട്ട് കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പററി നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഓക്കെ. ടെമ്പററി എനർജി സ്റ്റോർ ഇൻ ദ സെൻസ് നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തു, റെക്ടിഫൈഡ് ഔട്ട്പുട്ടിൽ ഒരു പൾസേറ്റിംഗ് വോൾട്ടേജ് കിട്ടി. റെക്ടിഫൈഡ് ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഇതുപോലെ പൾസേറ്റിംഗ് ആണ് അല്ലെ, പൾസേറ്റിംഗ് ആയിട്ടുള്ള DC വോൾട്ടേജ് ആണ്. ഓക്കെ. അപ്പൊ പൾസേറ്റിംഗ് ഈ സീറോ വാല്യൂ ഇത് ഇൻക്രീസ് ചെയ്ത് മാക്സിമം വാല്യൂ എത്തുമ്പോഴേ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിലേക്ക് ആ ഒരു വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുക VM എന്നാണ് എടുക്കുന്നതെങ്കിൽ VM വോൾട്ടേജിൽ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓക്കെ. കപ്പാസിറ്റർ എന്ത് ചെയ്യും, ആ മാക്സിമം വാല്യൂൽ അത് ചാർജ് ചെയ്യും. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, DC പൾസേറ്റിംഗ് DC എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്ത് സീറോയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ. ബട്ട് അതെന്ത് ചെയ്യും, ആ ടൈമിൽ കപ്പാസിറ്ററിൽ ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് അല്ലേ ഡ്യൂറിങ് ദ റിഡക്ഷൻ ടൈം, ആ ഒരു DC പൾസേറ്റിംഗ് വോൾട്ടേജിന്റെ ഡിക്രീസ് ചെയ്ത് സീറോയിലേക്ക് വരുന്ന സമയത്ത് കപ്പാസിറ്റർ അതിന്റെ സഡൻലി സീറോയിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കപ്പാസിറ്റർ എന്ത് ചെയ്യും, അവിടെ VM വരെ മാക്സിമം വാല്യൂ VM വരെ ചാർജ് ചെയ്തു. ദെൻ അത് VM സീറോയിലേക്ക് പോകുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും ത്രൂ RL. കപ്പാസിറ്റർ RL വഴി ഡിസ്ചാർജ് ചെയ്യും. സോ നമുക്ക് എന്താണ് ഔട്ട്പുട്ടില് ഇപ്പൊ മാക്സിമം VM വരെ എത്തി, കപ്പാസിറ്റർ ഔട്ട്പുട്ട് മാക്സിമം VM വരെ എത്തി. ദെൻ സഡൻ ആയിട്ട് സീറോയിലേക്ക് പോയില്ല, കപ്പാസിറ്റർ മെല്ലനെ സ്ലോലി ഡിസ്ചാർജ് ചെയ്യും, മെല്ലനെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴേക്കും നെക്സ്റ്റ് സൈക്കിൾ വന്നിട്ടുണ്ടാവും, നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നിട്ടുണ്ടാവും. സോ എഗെയിൻ അത് VM വരെ ചാർജ് ചെയ്യും. ദെൻ അത് സഡൻലി അല്ല സ്ലോലി അത് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും നെക്സ്റ്റ് പീക്ക് വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്കൊരു റിപ്പിൾ വോൾട്ടേജ് കിട്ടും. പൾസേറ്റിംഗ് വോൾട്ടേജ് മാറി നമുക്കൊരു റിപ്പിൾ വോൾട്ടേജ് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച് അതിന്റെ സ്മൂത്ത്നെസ് ഇൻക്രീസ് ചെയ്ത് വരും. ഇതാണ് കപ്പാസിറ്റി ഫിൽട്ടർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ.